ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ തന്നെ ബെസ്റ്റ് റിസോർട്ടായ സ്റ്റെർലിംഗ് ലേക്ക് പാലസിലാണ്. ഇവിടെ നമ്മൾ വന്നേക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ക്രിസ്മസ് ഈസ് ഫൈനലി ഹിയർ. ആക്ച്വലി എന്താ പറയുക, ഒരു 8 മാസം പോയത് അല്ലെങ്കിൽ 8-9 മാസം കടന്നു പോയത് അറിഞ്ഞേ ഇല്ല. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ഇങ്ങെത്തും. ആൻഡ് ഇവിടെ നമ്മൾ വന്നേക്കുന്നത് ഒരു കേക്ക് മിക്സിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആൻഡ് ഇവിടുത്തെ ആംബിയൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല കിടിലനായിട്ടാണ് എല്ലാ ഏരിയയും ഓരോ ഏരിയയും സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് നടന്ന് കാണാൻ തന്നെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് എന്താ പറയുക, നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന പ്ലേസാണ്. ഞാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് നോർത്ത് ഇന്ത്യൻസിനെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഒരുപാട് വഴികളുണ്ട്. ആൻഡ് എന്താ പറയുക, എവിടെ ചെന്നാലും നമുക്ക് കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളും ഉണ്ട്. ആൻഡ് ഇവിടെ നിൽക്കുന്ന എന്താ പറയുക, ടൂറിസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ബോട്ടിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, അവരുടെ സ്റ്റേ എപ്പോഴും ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റേ ആയിരിക്കും. എന്താ പറയുക, ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്. ഈവൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ 2025 ഇവരുടെ തീം ഇതാണ്. കേക്ക് മിക്സിംഗ് സെറിമണിയുടെ ഒരു ബോട്ട് തന്നെയാണ്. ആൻഡ് അവിടെയും നല്ല അടിപൊളിയായിട്ട് തന്നെ റൂമും കാര്യങ്ങളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബാങ്ക്വറ്റ് ഹാളാണ്. ആൻഡ് അപ്പം അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫുഡും അവർ തൊട്ടിപ്പുറത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സ്നാക്ക് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് സംഭവങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എന്താ പറയുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ആക്ച്വലി. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേക്ക് മിക്സിംഗ് സെറിമണിയിൽ പങ്കെടുക്കണം തന്നെ. ആൻഡ് അതിനകത്ത് വളരെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി സംഭവം എന്ന് വെച്ചാൽ എല്ലാവരെയും പോയി ഓരോ റൂമിൽ നിന്ന് ക്ഷണിച്ചിട്ട് അവരെല്ലാവരും ഈ കേക്ക് മിക്സിംഗ് സെറിമണിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറിയവരെന്നില്ല, വലിയവരെന്നില്ല, എല്ലാവരും എല്ലാ ഏജ് ഗ്രൂപ്പ്സും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു പകുതി മുക്കാൽ പേരും നോർത്ത് ഇന്ത്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് അവരെല്ലാവരും ആദ്യമായിട്ടാണ് ഒരു കേക്ക് മിക്സിംഗ് സെറിമണിക്ക് പങ്കെടുക്കുന്നത്. എല്ലാവരെയും അതിൻ്റെ ടേബിളിന് റൗണ്ട് ഓഫ് ചെയ്ത് നിർത്തിയിട്ട് ഒരുപാട് ക്ലാപ്പിംഗ് ആൻഡ് ഡാൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ എന്റർടൈൻമെന്റ് അവിടെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷെഫൊക്കെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റമ്മൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ടാണ് വളരെ യാദൃശികമായിട്ട് എൻ്റെ അമ്മയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ആൾ അവിടുത്തെ മെയിൻ ഷെഫാണ്. സ്റ്റെർലിംഗ് ലേക്ക് പാലസിലെ വൺ ഓഫ് ദ മെയിൻ ഷെഫാണ്, ഷെഫ് രതീഷാണ്. ആൻഡ് അങ്കിളിനെ എനിക്ക് കാണാൻ പറ്റി. അത് വലിയൊരു എന്താ പറയുക, ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. ബിക്കോസ് ആൾ അവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് ലൈക്ക് എൻ്റെ അമ്മയാണെങ്കിലും ആളെ മീറ്റ് ചെയ്യുന്നത്. മേ ബി ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം എന്തായാലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ തിരിച്ചു വന്നപ്പോഴും അങ്കിളിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സ്റ്റെർലിംഗ് ലേക്ക് പാലസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇവിടുത്തെ കേക്ക് മിക്സിംഗ് സെറിമണിയെ പറ്റി നമ്മൾ സംസാരിച്ചു. ആൻഡ് നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് എന്താ പറയുക, ചെന്ന് കാണുമ്പോഴാണെങ്കിലും എല്ലായിടത്തുനിന്നും കേൾക്കുമ്പോഴാണെങ്കിലും കിട്ടുന്നത്. ആൻഡ് ക്രിസ്മസ് ആണ്, ഓഫ് കോഴ്സ്. സാന്റ ഉണ്ടായിരുന്നു. സാന്റ വന്നിട്ടും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നേരത്തെ നടന്ന നല്ല എൻ്റർടൈൻമെൻറ്റ് പരിപാടിയിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ വാണ്ടഡ് ടു ക്യാപ്ചർ എവറി മൂവ്മെൻറ്റ് ദാറ്റ് വാസ് ഹാപ്പനിങ് ദെയർ. ആൻഡ് സാന്റ, ഓഫ് കോഴ്സ് സാന്റയുടെ കാര്യം പറയാണ്ടിരിക്കുകയായിരുന്നു. ആൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ലൈക്ക് എന്താ, എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടി. ഒരു ചോക്ലേറ്റ് അല്ല, 3 ചോക്ലേറ്റ് എനിക്ക് കിട്ടി. ബിക്കോസ് ഐ വാസ് ക്യാപ്ചറിങ് ഹിം. എന്താ പറയുക, അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒക്ടോബർ ആയപ്പോൾ തന്നെ സാന്റാക്ലോസിനെ കാണാൻ കിട്ടി. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്താ പറയുക, കേക്ക് മിക്സിംഗ് സെറിമണി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഫിസിക്കലി എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം സെറിമണിക്ക് മുന്നായിട്ട് തന്നെ എല്ലാവർക്കും സാന്റ ക്യാപ്സ് ആൻഡ്
എന്താ പറയുക, ഏപ്രൻസും നമുക്ക് ഹൈജീനിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലൗസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാപ്പും ഏപ്രണും ഇട്ടു, പക്ഷേ ഗ്ലൗസ് ഞാൻ ഇട്ടില്ല, ബിക്കോസ് ഐ വാണ്ട് ടു ക്യാപ്ചർ ദ വീഡിയോ ആൻഡ് ഹൗ ഇറ്റ് വാസ് ഗോയിങ് ഓൺ. ആൻഡ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് ഹൗ ദേ ആർ ഗോയിങ് ടു ഡു ദിസ്, ബിക്കോസ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ആൻഡ് എന്താ പറയുക, ഈ സംഭവം മിക്സ് ചെയ്തതിന് ശേഷം, ഇത് നമ്മൾ റമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം അറൌണ്ട് 60 to 45 days അല്ലെങ്കിൽ 45 to 60 days ഇത് സ്പൈസസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ 40 or 65 days ഇത് ഓപ്പൺ ചെയ്തിട്ട് കേക്കിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഓൾമോസ്റ്റ് ആലപ്പുഴയിലെ എല്ലാ ഏരിയയിലും ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്താറുണ്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് ബിഗർ ദാൻ വാട്ട് ദേ ഡിഡ് ബിഫോർ. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കേക്ക് മിക്സിംഗ് സെറിമണി സ്റ്റാർട്ടായത്. ദിസ് വാസ് ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ബോട്ടിൽ ഓഫ് റം ഉണ്ടായിരുന്നു. ഐ മീൻ ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ കയ്യിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും ഇങ്ങനെ നേരെ പൊക്കി കാണിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പറയാണ്ടിരിക്കാൻ വയ്യ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഫുൾ എല്ലാവരും മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ലൈക്ക് കുഞ്ഞു കുട്ടി തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെ ഭയങ്കര ഹാപ്പിനെസ് ഞാൻ അവരുടെ മുഖത്ത് കണ്ടു. ആൻഡ് എനിക്ക് തോന്നുന്നത് എല്ലാവരുമെങ്കിലും വർഷത്തിലൊരിക്കൽ വരുന്ന പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കേക്ക് മിക്സിംഗ് സെറിമണി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകാൻ നോക്കുക. ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ആൻഡ് താങ്ക് യു സ്റ്റെർലിംഗ് ലേക്ക് പാലസ് to be like invited for me for this wonderful program, like one of the best programs ആയിരുന്നു എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ വെച്ചിട്ട്. നല്ലൊരു നല്ലൊരു സെറിമണി ആയിരുന്നു. ആൻഡ് എല്ലാവരും ഡു വിസിറ്റ് സ്റ്റെർലിംഗ് ലേക്ക് പാലസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.